ഫ്രണ്ട്സ്, നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ രസമലായി പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുഡിങ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി നമുക്ക് പുഡിങ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം 3 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ഫുൾ ഫാറ്റ് മിൽക്കാണ്. ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വരണം. പാലിവിടെ തിളച്ച് നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട്. സൈഡിലുള്ളതൊക്കെ ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. നന്നായി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിൽ വേണേൽ നിങ്ങൾക്ക് റോസ് വാട്ടർ ചേർക്കാം. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് ചേർക്കാം. 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. ഫുഡ് ഗ്രേഡ് റോസ് വാട്ടർ തന്നെ ചേർക്കാൻ നോക്കണം. അതിനുശേഷം നമുക്കിതിലോട്ട് ഒരു പിഞ്ച് കുങ്കുമപ്പൂ ഇട്ട് കൊടുക്കാം. കുങ്കുമപ്പൂ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കുറച്ച് പാൽ കലക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതിയാവും. രസമലായിൻ്റെ കളറ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുങ്കുമപ്പൂ ചേർക്കുന്നത്. ഞാൻ കുറച്ച് കുങ്കുമപ്പൂ ചൂടുള്ള പാലിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. യെലോയിഷ് കളർ വരണം, അതിന് വേണ്ടിയിട്ടാണ്. ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ ഉപയോഗിക്കാം. ഷുഗറിനേക്കാളും ടേസ്റ്റ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോഴാണ്. ഒരു പാൽപ്പൊടിൻ്റെ ടേസ്റ്റ് വരേണ്ടിയിട്ടാണ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നത്. ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഇതിലേക്ക് ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബദാമും പിസ്തയും. അതുകൂടെ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് കുറുക്കി എടുക്കണം. ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കോൺഫ്ലോർ ആണ് ഉപയോഗിക്കുന്നത്. ഇത് 2 സ്പൂൺ നിറയെ കോൺഫ്ലോർ ഉണ്ട്. ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെയായിട്ട് ഒഴിച്ച് യോജിപ്പിക്കണം. ഇതൊന്ന് കുറുകി വരണം. ഇത് നല്ലോണം തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. അധികം കട്ടിയാവാനും പാടില്ല, അധികം ജ്യൂസ് ആവാനും പാടില്ല. ഇതേപോലെ ആയിരിക്കണം ഇതിന് ടെക്സ്ചർ ഉണ്ടാവേണ്ടത്. നമുക്ക് തീ ഓഫ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിവിടെ ഒരു 6 ബ്രെഡ് ഇതുപോലെ മോൾഡ് കൊണ്ടോ അല്ലെങ്കിൽ ഗ്ലാസ് കൊണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ട്രേയിലേക്ക് നിരത്തി വെക്കാം. നല്ല സ്ലൈസ് ബ്രെഡ് നമുക്ക് ലാസ്റ്റ് സെറ്റ് ചെയ്യാം. നമുക്ക് ആദ്യം ചെറിയ പീസൊക്കെ അടിയിലോട്ട് വെച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഫില്ല് ചെയ്ത് കൊടുക്കാം. ബ്രെഡിൻ്റെ മുകളിലേക്ക് ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം.
വളരെ താഴ്ത്തിയിട്ട് ഒഴിച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ ഈ ബ്രെഡെല്ലാം പൊങ്ങി വരും. ഇനി ബാക്കി വന്ന ബ്രെഡ് കൂടെ ഇതിൻ്റെ മുകളിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം. സൈഡിലൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ബാക്കി വരുന്ന കൂട്ടും കൂടി ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം. മാറ്റി വെച്ചിരിക്കുന്ന ബദാമിൻ്റെയും പിസ്തയുടെയും സ്ലൈസുകൾ ഇതിൻ്റെ മേലെയൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം സെറ്റാകാൻ വേണ്ടി 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. നമ്മുടെ പുഡിങ് ഇതാ നല്ല ഫ്ലഫിയായി വന്നിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും പുതിയ റെസിപ്പിയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.